K. Sudhakaran ji, K.C. Venugopal ji, Appachan ji, Balakrishna ji, T. Siddiq ji, Verghese Muriyan Kavil ji, P.V. Mohanan ji, P.N. Niaz ji, K.K. Abraham ji, K.L. Paulos ji, Congress leaders, brothers and sisters, I'd like to welcome you to this meeting. എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I'm happy that this building is being constructed and you're getting a new building after almost 45 years. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നീണ്ട 45 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ഈ പഞ്ചായത്തിൽ സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകുന്നു എന്ന് കാണുന്നതിൽ. This building represents a particular ideology, a particular way of looking at the Indian nation. ഈ കെട്ടിടം പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേക ആശയത്തെ, പ്രത്യേകമായ രീതികളെ ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. It is not just a physical building, it is a structure that is alive and that is supposed to give a direction to the country. ഇതൊരു മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം മാത്രമല്ല, മറിച്ച് ഈ നാടിന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തമായ ആശയ സംഹിതയുടെ പ്രതിബിംബമാണ്. The building has its role, but the people inside the building are much more important than the building itself. കെട്ടിടത്തിന് പ്രാധാന്യമുണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം കെട്ടിടത്തിനകത്തിരിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളായിരിക്കുമെന്നതിൽ സംശയമില്ല. And how the people act and how they think is more important than the people themselves. പാർട്ടി ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അത് ഏത് രീതിയിലാണ് ജനങ്ങളെ സമീപിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. So if the people in the building are following Congress principles, Congress ideology, and transmitting those principles to the people of Kerala and to the people of India, then the building is doing its work. ഈ കെട്ടിടത്തിൽ അകത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രത്യയശാസ്ത്രങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് നമ്മുടെ നാടിന് അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഈ ബിൽഡിങ്ങിന്റെ പ്രവർത്തനങ്ങൾ സാർത്ഥകമായി എന്ന് പറയാൻ കഴിയുക. But no matter how big or beautiful the building is, if the people inside the building are not doing the work, are not defending the ideology, are not spreading the ideology, then the building is useless for us. എത്ര മനോഹരമായ കെട്ടിടമാണെങ്കിലും എത്ര വലിയ കെട്ടിടമാണെങ്കിലും ആ കെട്ടിടത്തിനകത്തിരിക്കുന്ന ആളുകൾ, പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ, അതുമായി മുന്നോട്ട് പോകാതിരുന്നാൽ ഈ ബിൽഡിങ്ങിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. So what is this building supposed to defend? ഈ കെട്ടിടം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? What is the job of this building? ഈ കെട്ടിടത്തിൽ എന്ത് പ്രവർത്തനമാണ് നിർവഹിക്കാൻ പോകുന്നത്? First of all, this building is supposed to defend the harmony of the Indian people. ഈ കെട്ടിടം കഷ്ടതകൾ അനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന എത്ര ആളുകളെ സംരക്ഷിക്കുന്ന കെട്ടിടമായിരിക്കും എന്നുള്ളതാണ് ആദ്യം നോക്കുക. If the people of India are fighting each other, abusing each other, attacking each other, then this building is not doing its work. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ തന്നെ പരസ്പരം ആക്രമിക്കുകയും പരസ്പരം അസഭ്യം പറയുകയും പരസ്പരം അവഹേളിക്കുകയൊക്കെ ചെയ്താൽ ആ രീതിയാണ് തുടരുന്നതെങ്കിൽ പിന്നെ ഇത്തരം കെട്ടിടങ്ങൾ കൊണ്ടെന്ത് കാര്യം? If Hindus, Muslims, Christians and Sikhs are fighting, then this building is not doing its work. നമ്മുടെ നാട്ടിലെ സമുദായങ്ങൾ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖും, അവർ പരസ്പരം മല്ലിടിക്കുകയാണെങ്കിൽ, പോരാടുകയാണെങ്കിൽ ആ പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കലല്ല ഇത്തരം കെട്ടിടങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. If a young child in Kerala is unable to see his future, then this building is not doing its work. നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു ചെറുപ്പക്കാരന് ഭാവിയെക്കുറിച്ച് നല്ല സങ്കല്പങ്ങളോടെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ ഈ ഇത്തരം കെട്ടിടം മാത്രം നിർമ്മിച്ച് അടങ്ങിയിരിക്കാൻ കഴിയും? But if the child gets up in the morning
and believes that he will do well, he will succeed, believes that he can transform this nation, then this building is doing its job. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ, ഭാവി ഭദ്രമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുവരുത്തക്ക ഒരു സാഹചര്യം ഒരുക്കാൻ, ആ ബാധ്യതയിലേക്ക് നമ്മളെ ജനങ്ങളെ നയിക്കാനുള്ള ആശയ സംഹിതയുമായി പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു കെട്ടിടമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. And we have to remember one thing. We have to understand that this country, its modern phase started in 1947. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മഹത്തരമായ രാജ്യത്തിന്റെ പുതിയ മുഖം ദർശിക്കാൻ തുടങ്ങിയത് 1947 മുതലാണ്. ഒരു പുതിയ ഘട്ടം നമ്മുടെ രാജ്യത്തിന് വേണ്ടി കടന്നു വരുന്നത്. The foundation was our constitution. നമ്മുടെ ഭരണഘടനയുടെ തന്നെ രൂപീകരണം ഉണ്ടാകുന്നപ്പോഴാണ്. And we must never forget that the people who built this foundation, the people who developed the constitution, were the people who worked in similar buildings. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ആശയത്തെ പടുത്തുയർത്തിയവർ, അതിന് അടിസ്ഥാന ശില പാകിയവർ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തവർ, അവരെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് 1% പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. The idea of modern India was developed by none other than the workers and the leaders of the Congress party. നവഭാരതം എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ ആശയം കെട്ടിപ്പടുത്തത് മറ്റാരുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. Of course, we like to remember our leaders. We like to remember Mahatma Gandhi. We like to remember Sardar Patel, Jawaharlal Nehru, others. But we must never forget that none of those leaders would have been able to do what they did without the Congress worker. നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച്, മഹാത്മാഗാന്ധിയെ കുറിച്ച്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ സഹായിക്കാൻ, അവരുടെ പിന്നിൽ അണിനിരക്കാനുള്ള ലക്ഷോപലക്ഷം കോടിക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു അവർക്ക് ശക്തമായിട്ടുള്ള അത്തരം പോരാട്ടങ്ങൾ നടത്താൻ കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Mahatma Gandhi doing the Dandi March without the Congress worker would have meant nothing. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി മാർച്ച് കോൺഗ്രസ് പ്രവർത്തകരുള്ളത് കൊണ്ടാണ് സമ്പന്നമായത്, നമുക്ക് എല്ലാവർക്കും അറിയാം. It would have been an empty gesture. അതൊരു ശൂന്യമായ പ്രവർത്തനമായിരിക്കും പ്രവർത്തകരില്ലായിരുന്നുവെങ്കിൽ. It is only when Mahatma Gandhi went with millions of Congress workers, millions of countrymen behind him, that the Dandi March becomes a symbol, becomes the symbol that it became. ദശലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ആശയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ അണിനിരുന്നത് കൊണ്ടാണ് ദണ്ഡി മാർച്ച് വിസ്മയകരമായിട്ടുള്ള ഒരു പരിപാടിയായി രാജ്യവ്യാപകമായി രൂപപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. And today we have imposters in power in Delhi. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ശക്തി കേന്ദ്രങ്ങളാണ് ഡൽഹി ഭരിക്കുന്നത്. The very ideology that helped the British rule India is now claiming that they are the ideology of modern India. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെക്കുറിച്ച സങ്കല്പം, ആ സങ്കല്പത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ നവഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. While our leaders were in jail fighting the British, their leaders were signing agreements with the British. നമ്മുടെ രാജാക്കന്മാർ അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാൻ വേണ്ടി മുന്നോട്ട് വരികയും ജയിലടക്കപ്പെടുകയും ചെയ്തപ്പോൾ രഹസ്യമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു ഈ കൂട്ടർ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. They put a picture of Savarkar in the Parliament House. അവർ നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ സവർക്കറുടെ ചിത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. It is opposite the picture of Mahatma Gandhi. മഹാത്മാഗാന്ധിക്ക് നേരെ എതിരായിട്ടാണ് സവർക്കറുടെ ചിത്രം അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. On one side Mahatma Gandhi, on the other side Savarkar. ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധി, മറുഭാഗത്ത് സവർക്കർ. On one side the man who never surrendered in front of the British. ഒരു ഭാഗത്ത് നിൽക്കുന്ന ആൾ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ ഒരിക്കലും കീഴടങ്ങാത്ത നേതാവ്, ധീരനായ മഹാത്മാഗാന്ധി. On one side
The man who spent year after year after year in jail. മറുഭാഗത്ത് ഒരു ഭാഗത്ത് ഒരിക്കലും ബ്രിട്ടീഷുകാരനുമായി സന്ധി ചെയ്യാത്ത ജയിലുകളിൽ ദിവസങ്ങളോളം ചെലവഴിച്ച, മാസങ്ങളോളം ചെലവഴിച്ച, വർഷങ്ങളോളം ചെലവഴിച്ച മഹാത്മാഗാന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നത്. And on the other side, a man who told the British that he will never fight them. മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത് ബ്രിട്ടീഷുകാരനോട് ഒരിക്കലും നേരിടാനുള്ള ആത്മധൈര്യമില്ലാത്ത ആൾ, സവർക്കറുടെ ചിത്രം. അതാണ് അവിടെ മാപ്പ് പറഞ്ഞ ആൾ. A man who wrote a letter to the British saying, if you release me from prison, I will never do anything against you. നിങ്ങൾ എന്നെ ജയിലിൽ നിന്നും പുറത്തുവിട്ടാൽ നിങ്ങൾക്കെതിരെ ഒരിക്കലും ശബ്ദിക്കില്ല എന്ന് പറഞ്ഞ് അവരോട് മാപ്പ് അപേക്ഷിച്ച ആളാണ് മറ്റൊരു ഭാഗത്ത്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് മറ്റൊരു ഭാഗത്ത് സവർക്കറുടെ. But today that traitor's picture is in the Indian Parliament. ആ വഞ്ചകന്റെ ചിത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് പ്രദർശിച്ചിരിക്കുന്നത്. Opposite the picture of Mahatma Gandhi. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ വിപരീതം, എതിരായിട്ട്. It is instructive that it is opposite Mahatma Gandhi. അതുകൊണ്ട് പ്രതീകാത്മകമായി പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് നേരെ എതിരായി നിൽക്കുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ എതിർഭാഗത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയാം നമുക്ക്. There is a reason the picture is not on the side of Mahatma Gandhi. നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അതിനൊരു കാരണമുണ്ട്. മഹാത്മാഗാന്ധിയുടെ തന്നെ ഭാഗത്ത് അദ്ദേഹത്തിന് അടുത്തായിട്ട് നിങ്ങൾ വെച്ചിട്ടില്ലല്ലോ, എതിരായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. It is opposite because on one side there is a brave man, on the other side there is a coward. ഒരു ഭാഗത്ത് ധീരനായ മഹാത്മാഗാന്ധി, മറുഭാഗത്ത് ഭീരുവായ സവർക്കർ. ഇതാണ് കാര്യമെന്ന് മനസ്സിലാക്കണം. On one side there is a brave man, on the other side there is a coward. On one side there is a nationalist, on the other side is a traitor. ഒരു ഭാഗത്ത് ദേശീയവാദി, ദേശീയവാദിയായ മഹാത്മാഗാന്ധി, മറുഭാഗത്ത് രാജ്യത്തെ വഞ്ചിച്ച സവർക്കർ. And no matter what the BJP and the RSS do, they can never remove that stain from themselves. എന്ത് പറഞ്ഞാലും, എത്ര ദേശസ്നേഹം പുലമ്പിയാലും BJPക്കും RSSും അവരുടെ പ്രത്യയശാസ്ത്ര രീതികളെ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. Never. Impossible. അത് സാധ്യമായിട്ടുള്ള കാര്യമേ അല്ല. Because once a traitor, always a traitor. കാരണം നിങ്ങൾക്കറിയാം, ഒരു പ്രാവശ്യം രാജ്യത്തെ വഞ്ചിച്ചാൽ പിന്നെ എല്ലായ്പ്പോഴും അദ്ദേഹം വഞ്ചകൻ തന്നെയായിരിക്കും, രാജ്യവഞ്ചകൻ തന്നെയായിരിക്കും. See, a patriot can become a traitor. രാജ്യസ്നേഹിക്ക് വഞ്ചകനാകാൻ കഴിയും. He can make a mistake and become a traitor. അദ്ദേഹത്തിന് തെറ്റുകൾ സംഭവിച്ച് അദ്ദേഹം വഞ്ചകനാകാൻ കഴിയും. But once you're a traitor, you can never be a patriot. പക്ഷെ ഒരു പ്രാവശ്യം രാജ്യത്തെ വഞ്ചിച്ചാൽ പിന്നെ തിരിച്ച് രാജ്യസ്നേഹിയായി വരുന്നത് അത്യപൂർവമായിരിക്കും. And that is who Veer Savarkar was. അതാണ് സവർക്കറിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്നുള്ള കാര്യം സംശയം. And all this drama that Narendra Modi and the RSS do about Mahatma Gandhi, about Sardar Patel, about Subhash Chandra Bose, about Ambedkar, they do it because their leader was a traitor. അവർ ഈ മഹാത്മാഗാന്ധിയെ വെച്ച്, സർദാർ പട്ടേലിനെ വെച്ച്, അംബേദ്കറിനെ വെച്ച് ഒക്കെ തന്നെ നടത്തുന്ന എല്ലാ നാടകങ്ങളും, നമ്മുടെ നരേന്ദ്രമോദിയും BJPയും നടത്തുന്ന എല്ലാ നാടകങ്ങളും എന്തുകൊണ്ടാണ്? അവരുടെ എല്ലാം നേതാക്കന്മാർ രാജ്യത്തെ വഞ്ചിച്ചവരായിരുന്നു. അവർക്ക് വേണ്ടി നിലകൊണ്ട, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. So, just like in the Parliament House you have these two pictures, in the nation also these two ideologies are fighting. പാർലമെന്റ് മന്ദിരത്തിനകത്തുള്ള രണ്ട് ചിത്രങ്ങൾ പോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങൾ എതിർവശത്തും, ഒരു വശത്തും അതിനെതിർവശത്തുമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. On one side you have Narega, on the other side you have demonetization. ഒരു ഭാഗത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ജനങ്ങളെ ശാക്തീകരിക്കുന്ന, പാവപ്പെട്ടവനെ, ദരിദ്ര ജനകോടികളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശക്തി നൽകുന്ന വിപ്ലവകരമായിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. മറുഭാഗത്ത് സാധാരണക്കാരന്റെ കീശയിലുണ്ടായിരുന്ന, പോക്കറ്റിലുണ്ടായിരുന്ന പണം പോലും തട്ടിയെടുക്കുന്ന നിരോധനം പോലെയുള്ള പദ്ധതികൾ. On one side a policy designed to protect the weak. ഒരു ഭാഗത്ത്
പാവപ്പെട്ടവരെ ദുർബല ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ആശയം പ്രത്യയശാസ്ത്രം. To give the laborer hope, to give the laborer belief. പാവപ്പെട്ട തൊഴിലാളിക്ക് വീട് വെച്ചു കൊടുക്കുന്നത്, അവനെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ വിശ്വാസം നൽകുന്നത് ഒരു ഭാഗത്ത്. On the other side, a policy designed to destroy. മറ്റൊരു ഭാഗത്ത് നാശീകരണത്തിന്റെ നാശോന്മുഖമായിട്ടുള്ള രൂപകൽപ്പനയുമായി നിൽക്കുന്ന പ്രത്യയശാസ്ത്രം. To destroy the farmers, to destroy the small businesses, to destroy the economic foundation of this country. കൃഷിക്കാരനെ നശിപ്പിക്കാൻ, ചെറുകിട വ്യവസായിയെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് മറുഭാഗത്ത്. On one side you have the 3 farm laws, on the other side you have farm loan waiver of 72,000 crores. ഒരു ഭാഗത്ത് കൃഷിക്കാരനെ കടക്കണിയിൽ വന്നപ്പോൾ ആ കടക്കണിയിൽ നിന്നും കൃഷിക്കാരന് മോചനം കൊടുക്കുന്നതിന് വേണ്ടി 72,000 കോടി രൂപ എഴുതിത്തള്ളിയ പ്രത്യയശാസ്ത്രം. മറുഭാഗത്ത് 3 കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കി കൃഷിക്കാരനെ വീണ്ടും തകർച്ചയിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രം. Did you see any farmers protesting when we gave them 72,000 crores of their money back? 72,000 കോടി രൂപ എഴുതിത്തള്ളിയപ്പോൾ ഏതെങ്കിലും കൃഷിക്കാരന് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? Did you see them saying we don't like this policy, we want this policy to be taken back? ഈ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇത് തിരിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? But then Mr. Narendra Modi passes his 3 farm laws. He says they are in the interest of the farmers, and every single farmer in the country is on the street. നരേന്ദ്രമോദി എന്താ ചെയ്തത്? 3 കരി നിയമങ്ങൾ കൊണ്ടുവന്ന് കൃഷിക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. അവർ പറഞ്ഞു കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എന്തായിരുന്നു? എല്ലാ കൃഷിക്കാരനും നേരെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു ഈ നിയമങ്ങൾക്കെതിരായിട്ട്. Have you ever heard a Congress leader make a speech and say he's going to put 15 lakh rupees into every bank account in the country? എപ്പോഴെങ്കിലും കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാം കീശയിലേക്ക്, നിങ്ങളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു? Why is it that only a BJP leader can make such a speech? എന്തുകൊണ്ടാണ് ഒരു BJP നേതാവ് മാത്രം അത്തരം നടക്കാത്ത വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു? Why is it that no Congress chief minister, no Congress national leader, no Congress leader in Kerala can make such a speech where he goes to the people of Kerala and says, I will give you 15 lakh rupees in every bank account? ഒരു കോൺഗ്രസ് നേതാവും ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ ഒരു പ്രധാനപ്പെട്ട ആളും ജനങ്ങളുടെ മുന്നിലേക്ക് പോയിട്ട് 15 ലക്ഷം രൂപ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. Because we tell the truth. എന്തുകൊണ്ടെന്നാൽ സത്യത്തിൽ അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. Because we do not lie. അവർക്ക് കളവ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. That is the difference between us and them. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. You can see what they are doing to the fabric of our nation. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി അവരെന്ത് ഭദ്രത തകർക്കാനായി എന്താണ് അവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. People of one religion are fighting people of another religion. ഒരു സമുദായം മറ്റൊരു സമുദായത്തിലെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. People from one community are fighting people from another community. ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുകളുമായിട്ട്, one state is fighting another state. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. There is anger everywhere. എല്ലായിടത്തും ജനങ്ങളുടെ മനസ്സിനകത്ത് ശക്തമായിട്ടുള്ള വിദ്വേഷം വളർന്നു വരികയാണ്. What has happened to the Indian economy, our biggest strength? What has happened to it today? Where is it gone? നമ്മുടെ ഏറ്റവും ശക്തിയായിരുന്ന, നമുക്ക് ഏറ്റവും ശക്തമായിരുന്ന നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്നിപ്പോൾ എവിടെ പോയിരിക്കുന്നു? അത് എങ്ങോട്ട് പോയി? And you will see over the next 6 months, you will see the pain the Indian people will have to go through for the policies that the BJP has imposed on us. വരുന്ന 6 മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുമാത്രം വേദനകളും കഷ്ടപ്പാടുകളുമാണ് ഇന്ത്യൻ ജനസമൂഹം സഹിക്കാൻ വേണ്ടി പോകുന്നത് BJP-കാരുടെ ഈ തെറ്റായ നയപരിപാടികൾ മൂലം എന്നുള്ളത് നിങ്ങൾ കാണാനിരിക്കുന്നത്. You will see the devastation that bad economic management does. You will see it in Kerala because of the left front, and you will see it at the national level because of the BJP. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വരുന്ന 6 മാസക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന മുഴുവൻ തകർന്നടിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ തെറ്റായ നടപടികൾ മൂലമാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് തെറ്റായ നടപടികൾ മൂലമാണ് അത് സംഭവിക്കുന്നത്. You will see what happens when you have the highest joblessness in the last 40 years and prices rise and rise and rise and rise. You will see it. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും 40 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ,
ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കത് വീണ്ടും കാണാൻ വേണ്ടി കഴിയും. അതുപോലെ വിലക്കയറ്റം പോലെയുള്ള ഗുരുതരമായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. You will see what happens when diesel and petrol prices just keep going and don't stop. നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുതിച്ച് കയറുന്നത്, ബാണം പോലെ കുതിച്ച് കയറുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. Because nobody can escape the truth. You can only escape the truth for some time. But after some time, the truth comes out. ഒരാൾക്കും സത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. കുറച്ചു കാലം നിങ്ങൾക്ക് ഒളിച്ചിരിക്കാം സത്യത്തിൽ നിന്നും, പക്ഷേ സത്യം ഒരു നാൾ തിരിച്ചു വരും, സത്യം ഒരു നാൾ പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. And the tragedy is that it is the people of India who are going to suffer. ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ദുരന്തം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ജനങ്ങളായിരിക്കും ഇതെല്ലാം സഹിക്കേണ്ടി വരിക എന്നുള്ളതാണ്. BJP leaders will not suffer so much. BJP നേതാക്കന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോണില്ല വലിയ തോതിൽ. Narendra Modi will not suffer, but the people of India, the farmers, the traders, the small and medium businesses, they will be shattered. മോഡിക്ക് വലിയ കാര്യമൊന്നും അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ കൃഷിക്കാര്, ചെറുകിട സംരംഭകര്, അതുപോലെയുള്ള കച്ചവടക്കാര്, അവരൊക്കെ തന്നെയാണ്, യുവാക്കൾ, ഇവരൊക്കെ തന്നെയായിരിക്കും സഹിക്കേണ്ടി വരിക. You will see, it is the reality that is going to come. And it is a reality that is going to come because of the ideology that is ruling the country today. ഈ ഇന്ത്യ രാജ്യം ഇന്ന് നിയന്ത്രിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വൈകല്യത കൊണ്ട് ഇതൊരു യാഥാർത്ഥ്യം, ഇത്തരം ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. For the first time in our history, Chinese troops are sitting inside our territory and our Prime Minister has denied it. ഇന്ത്യൻ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചൈനയിലെ സേനാംഗങ്ങൾ ഇന്ത്യൻ അധിനിവേശത്ത് കടന്ന് അവിടെ ഇരിക്കുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നിഷേധിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. Land the size of Delhi has been occupied by the Chinese in Ladakh. ഡൽഹിയുടെ ഭൂവിസ്തൃതിയുള്ള പ്രദേശം ചൈന ലഡാക്കിലൂടെ പിടിച്ചടക്കിയിരിക്കുകയാണ്. Whole of Delhi, land the size of Delhi has been occupied in Ladakh, and the Prime Minister says nobody has entered. ഇത്രയും വലിയ ഡൽഹിയുടെ വലിപ്പമുള്ള ഭൂപ്രദേശം ചൈനക്കാർ അവിടെ താമസമാക്കിയിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പറയാണ് ഒരു തരി ലാൻഡ് പോലും, ഒരു തരി ഭൂമി പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. Do you realize what message you are sending to the Chinese? അപ്പോൾ അതിന്റെ അർത്ഥം ചൈനക്ക് നമ്മൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? Do you realize what the Chinese will think when after they have taken thousands of kilometers of your territory you say nothing has happened? ഒരുപാട് ഭൂപ്രദേശം അവർ കൈയടക്കി കഴിഞ്ഞിട്ടും നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചൈനയിലെ ഗവൺമെന്റും ഭരണകൂടവും അത് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? I will tell you what they will do. I will tell you what they will think. They will take more territory. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിക്കും, അവർ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. There is a war in Ukraine. Our students are stuck in Ukraine. Missiles and rockets are flying around and our students are stuck there. നിങ്ങൾക്കറിയാം, ഉക്രൈനിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ, നമ്മുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെല്ലാവരും ഈ യുദ്ധത്തെ ഭീഷണിയിൽപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. And what does the BJP minister have to say about this? He says these are failures. These are people who could not succeed in India. That is why they went to Ukraine. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികള്, ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവര്, ഉക്രൈനിൽ പോയി പഠിച്ചു എന്ന് പാസ്സാകാൻ വേണ്ടി പോയ കുട്ടികളാണ്. ആ കുട്ടികൾ അവിടെ യുദ്ധത്തിൽ കഷ്ടപ്പെട്ട് ഗത്യന്തരമില്ലാതെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്ന് പോലും കഴിയാതെ ആശങ്കയോടെ നിൽക്കുമ്പോൾ നമ്മുടെ മന്ത്രി എന്താ പറഞ്ഞത്? കേന്ദ്രമന്ത്രി, ഇവിടെ അവർ തോറ്റതുകൊണ്ടാണ് അവർക്ക് ഉക്രൈനിൽ പോകേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടികളെ അപമാനിക്കുകയായിരുന്നു അവർ ചെയ്തത്. What sort of an insult is this? ഇതിനപ്പുറം വലിയൊരു അപമാനം പറയുണ്ടോ? How dare they say something like this? ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു ആ മന്ത്രിക്ക്? Here there are thousands of youngsters going to Ukraine to study, helping the Indian country, the Indian nation, building the Indian nation, and the minister says they are failures. ആയിരക്കണക്കിന് ആളുകൾ ഉക്രൈനിൽ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ അവർ രാജ്യത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സഹായിക്കുന്ന ആ കുട്ടികളെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയുന്നു ഇങ്ങനെ? The failures are the people who couldn't bring them back. Those are the failures.
അവരാണോ ഇന്ത്യയെ സഹായിക്കാൻ ശ്രമിച്ച അവരാണോ പരാജിതർ? The failures are the people who don't understand how to bring those children back. They are the failures, not the children. ഈ കുട്ടികളെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനങ്ങളായിട്ടുള്ള ഈ കുട്ടികളെ, പഠിക്കാൻ പോയിരിക്കുന്ന ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്ന, അതിൽ പരാജയപ്പെട്ടു പോയ ആളുകളാണ്, അവരാണ് യഥാർത്ഥ പരാജിതർ, അല്ലാതെ ഈ കുട്ടികളല്ല യഥാർത്ഥ പരാജിതർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So wherever they face a problem, they come out with some excuse. Instead of saying, we will get the children of Ukraine out, they say, the children of Ukraine are failures. Instead of saying, we will get the children out of Ukraine, they find an excuse and say they are failures. ഉക്രൈനിലെ ആളുകളെ നയതന്ത്ര സമീപനങ്ങൾ സ്വീകരിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന് പകരം, ആ സഹായിക്കുന്നതിന് പകരം അവരെല്ലാം പരാജയപ്പെട്ടു പോയവരാണ് എന്ന് ആക്ഷേപിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. So what is it that this building has to spend its time doing? നമ്മൾ സംവേദിക്കണം, പറയണം കൃത്യമായിട്ട്. Telling the people of India and the people of Kerala what the constitution is and who is attacking it. നമ്മുടെ ഭരണഘടനയുടെ ശക്തി എന്താണെന്നും ഭരണഘടന എന്താണെന്നും അതാരാണ് കൊണ്ടുവന്നതെന്നും നമ്മൾ ജനങ്ങളോട് പറയണം. When Mr. Modi puts pressure on the election commission, when Mr. Modi puts pressure on the judicial system, when Mr. Modi buys Pegasus from Israel, he is attacking the constitution of India. നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദം വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പെഗാസസ് പോലെയുള്ള ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ, ഇന്ത്യയിലെ നേതാക്കന്മാരെ, മാധ്യമപ്രവർത്തകരെ അടക്കം അവരുടെയൊക്കെ ഫോണുകൾ ചോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അയാൾ തകർക്കാൻ ശ്രമിക്കുന്നത്. So you have a national responsibility, but you also have a responsibility to Kerala. നിങ്ങൾക്ക് ദേശീയമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ ഇവിടുത്തെ പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം, ഇത് രണ്ടും ഒന്നിച്ച് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. What is the most important responsibility that you have to the people of Wayanad today? എന്താണ് നിങ്ങളുടെ ഏറ്റവും മുന്നിലുള്ള ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് There are 30,000 farmers who have been given a notice. 30,000-ഓളം, ഞാൻ മനസ്സിലാക്കുന്ന 30,000-ഓളം കൃഷിക്കാർക്ക് നോട്ടീസ് നൽകപ്പെട്ടിരിക്കുകയാണ് റവന്യൂ റിക്കവറിക്കായിട്ട്. Vijay Mallya has not been given a notice. വിജയ് മല്യക്ക് ഇത്തരം നോട്ടീസുകളില്ല. Nirav Modi not been given a notice. നീരവ് മോഡിക്ക് ഇത്തരം നോട്ടീസുകളില്ല. 30,000 farmers in Wayanad have been given a notice. 30,000, 30,000-ഓളം വരുന്ന ഫാമേഴ്സിനാണ്, കൃഷിക്കാർക്കാണ് ഇവിടെ നോട്ടീസ് കിട്ടുന്നത്. It is the job of this building to protect those 30,000 farmers. ഈ കെട്ടിടം പ്രതീകാത്മകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ് ഈ കൃഷിക്കാരെ, ഈ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഈ കൃഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. It is the job of every Congress worker in Wayanad to put pressure on the CPM, to put pressure and tell them that you cannot do this. We are not going to allow you to do this. നിങ്ങൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ് വയനാട്ടിലെ കേരളത്തിലെ ഗവൺമെന്റിനോട്, CPM ഗവൺമെന്റിനോട് ഇങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവരോടും അതുപോലെ കേന്ദ്രം ഭരിക്കുന്നവരോടും പറയുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You are copying Mr. Modi and dreaming about a bullet train. Don't dream about the bullet train. Dream about the future of the farmers in Wayanad. നിങ്ങൾ മോഡിയെ പോലെ, മോഡി ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സിൽവർ ലൈനിലൂടെ. നിങ്ങൾ അതിനെക്കുറിച്ചല്ല സ്വപ്നം കാണേണ്ടത്, നിങ്ങൾ പാവപ്പെട്ട കൃഷിക്കാരന്റെ ഭാവിയെ കുറിച്ചാണ് സ്വപ്നം കാണേണ്ടത് എന്ന് CPM-നോട് നിങ്ങൾ പറയണം. That is the job of this new building. ഈ നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തം ഇത്തരം ആശയങ്ങളെ പ്രതിനിധീകരിക്കുക എന്നുള്ളതായിരിക്കണം എന്ന് ഞാൻ പറയുന്നു. And I am confident that you are going to do this job because nobody can do this job better than you. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്ക് മുള്ളംകൊല്ലിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങളെക്കാൾ വലുതായിട്ട് മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസവുമുണ്ട്. So once again I'd like to congratulate you for this building. I'd like to congratulate you for all the work that you do to defend the Congress ideology, to defend the Constitution, to defend the great country of India. Thank you very much. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്ര മനോഹരമായ ഒരു കെട്ടിടമുണ്ടാക്കിയതിന്, കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ സംരക്ഷിക്കുന്നതിന്, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് എല്ലാത്തിനും നിങ്ങളുടെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വേദിയിൽ ഒട്ടേറെ നേതാക്കന്മാർ ആശംസകൾ അർപ്പിക്കാറുണ്ട്.
ബഹുമാനായ മോഹൻജിയുണ്ട്, ടി സിദ്ദിഖ് MLA ഉണ്ട്, ശ്രീ പൗലോ സാറുണ്ട്, പ്രിയപ്പെട്ട ശ്രീ IC ബാലകൃഷ്ണൻ MLA ഉണ്ട്, ശ്രീ KK എബ്രാഹിം ഉണ്ട്, ബഹുമാനായ ശ്രീ PM നിയാസ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും കൂടി ബഹുമാനായ വയനാട് DCCയുടെ അമരക്കാരൻ ശ്രീ അപ്പൻചാണ്ടിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വർഗീസ് പുരങ്കാവിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും മുള്ളംകൊല്ലി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പുതിയൊരു ഭവനം പണി തീർത്തുകൊണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്ത രാഹുൽജി, വേദിയിലെ സമാധാന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രതിസന്ധിയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ഇവിടെ പണിത് പൂർത്തീകരിച്ച ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഈ നാടിൻ്റെ പൊതുസമൂഹത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമാകട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ